വിശദമായ വാർത്തകളിലേക്ക്. കലോത്സവ കപ്പ് കണ്ണൂരിൽ 2 പതിറ്റാണ്ടിന് ശേഷമാണ് കലോത്സവത്തിൽ കണ്ണൂർ ജേതാക്കളാവുന്നത്. കണ്ണൂർ കോഴിക്കോട് അതിർത്തിയായ ന്യൂമാഹി മുതൽ ഗംഭീര സ്വീകരണമാണ് കപ്പിനും ജേതാക്കൾക്കും ലഭിക്കുന്നത്. കപ്പിന്റെ ആരവങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമല്, വളരെ ഗംഭീരമായ സ്വീകരണമാണ് കലോത്സവ കപ്പ് കണ്ണൂരിലെത്തിയപ്പോൾ നൽകിയിട്ടുള്ളത്. 23 വർഷത്തിന് ശേഷം, അതായത് 2000 ആണ് അവസാനമായി കണ്ണൂര് കപ്പ് നേടുന്നത്. അന്നത് പാലക്കാടിനൊപ്പമായിരുന്നു അന്ന് കണ്ണൂരിന്റെ നേട്ടം. ഇപ്പോൾ 23 വർഷത്തിന് ശേഷം വീണ്ടും 2 പതിറ്റാണ്ടിന് ശേഷം എത്തിയിരിക്കുന്നു. ആ ഒരു സന്തോഷം അവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, നമ്മളിപ്പോൾ കണ്ണൂരിലെ ആവേശക്കടലിന്റെ നടുവിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരും ആ ഒരു സ്വർണ്ണക്കപ്പ് കാണുവാനുള്ള ആകാംക്ഷയിൽ കണ്ണൂരിലെ കാൾടെക്സിൽ കൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. 4ാമത്തെ തവണയാണ് ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണ്ണക്കിരീടം കണ്ണൂരിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ കണ്ണൂരിലെ ചില കുട്ടിത്താരങ്ങളുണ്ട്. നമുക്ക് അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. കണ്ണൂര് കലോത്സവത്തിൽ വിജയിച്ചിരിക്കുകയാണ്, കിരീടം കണ്ണൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തോന്നു? അനുജ, ഇത്തരത്തിലുള്ള വളരെ ആവേശം നിറഞ്ഞ ഒരു പ്രതികരണം തന്നെയാണ് നമുക്ക് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഏറ്റവും അവസാനത്തെ സ്വീകരണ കേന്ദ്രമാണ് കണ്ണൂർ കാൾടെക്സ്. ഇന്ന് മാഹി പാലത്ത് നിന്നായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു സ്വീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വിവിധ കേന്ദ്രങ്ങളിലൂടെ ഈ സ്വർണ്ണക്കപ്പും ഒപ്പം തന്നെ ഈ കലാ താരങ്ങളും കൂടി സഞ്ചരിച്ചു വരികയായിരുന്നു. മന്ത്രി അടക്കമുള്ള, ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അടക്കമുള്ള നേതാക്കളായിരുന്നു ഈ കലാകിരീടത്തിനെ മാലയിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം തുറന്ന വാഹനത്തിലാണ് ഈ സ്വർണ്ണക്കപ്പും ഒപ്പം തന്നെ ഈ കലാ താരങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഓരോ കേന്ദ്രങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഇപ്പം നിലവിൽ ഏറ്റവും അവസാനത്തെ ആ ഒരു സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ കാൾടെക്സിലാണ് ഏറ്റവും അവസാനത്തെ ആ ഒരു സ്വീകരണ കേന്ദ്രം. ആ ഒരു സ്വീകരണ കേന്ദ്രത്തിലെ ആവേശ കാഴ്ചയാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. 2000-ലായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് കണ്ണൂർ ജില്ല ഈ കലാകിരീടം നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 23 വർഷത്തെ ആ ഒരു കാത്തിരിപ്പാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വർഷങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, 23 വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും പലപ്പോഴായി കണ്ണൂർ ജില്ലയ്ക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കിരീടത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന ആ ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സംസ്ഥാന കലോത്സവത്തിൽ ആ ഒരു ദുഃഖം മാറ്റിമറിക്കാൻ വേണ്ടി കണ്ണൂരിലെ കലാകാരന്മാർക്ക് സാധിച്ചു. ഇഞ്ചോടിഞ്ചുള്ള ആ പ്രകടനത്തിൽ നമ്മൾ പോയിന്റ് പട്ടിക തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 952 പോയിന്റുമായാണ് കണ്ണൂർ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 949 പോയിന്റുമായി കോഴിക്കോട് 2ാം സ്ഥാനത്തുണ്ട്. ഇത്തരത്തിൽ വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് കണ്ണൂർ ജില്ല 1ാം സ്ഥാനം കൈയടക്കി കിരീടം കണ്ണൂർ ജില്ലയിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ ഉണ്ടായിരുന്ന ആ കിരീടം കണ്ണൂരിലെ കലാ താരങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴുണ്ടായ ആ ഒരു ആവേശം തന്നെ നമുക്ക് ഇന്ന് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അനുജ, അമല, അതുപോലെ തന്നെ ഇപ്പോഴേകദേശം ഇവിടെ എത്തുന്നതോടുകൂടി എത്തിച്ചേരാറായോ? അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഉടനെ തന്നെ എത്തുമോ സ്വർണ്ണക്കപ്പ് അവിടെ? അനുജ, സ്വർണ്ണക്കപ്പ് ഏറ്റവും അവസാനത്തെ കേന്ദ്രത്തിലേക്ക് ഇനി നിമിഷങ്ങൾക്കകം എത്തിച്ചേരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനു മുന്നേ ഉള്ള സ്വീകരണ കേന്ദ്രമായ താഴെ ചൊവ്വയിലേക്ക് നിലവിൽ ഈ സ്വർണ്ണക്കപ്പ് എത്തിയിട്ടുണ്ട്. അടുത്ത കേന്ദ്രമാണ് ഇപ്പോൾ ഈ കാൾടെക്സ്. അത് ഇവിടെ ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അതിനെ സ്വീകരിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കും ഒരു ആവേശവുമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ഒരു കലാകിരീടത്തെ നെഞ്ചേറ്റുവാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി സാധിക്കും. 100-ന് മുകളിൽ ആൾക്കാരാണ്, ജനങ്ങളാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ അടങ്ങിയിട്ടുള്ള വലിയ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അവരുടെ ആവേശമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കലാപരമായ കഴിവുള്ളവരുണ്ട്. ഇപ്പോൾ ഈ മത്സരത്തിൽ, സംസ്ഥാനതല മത്സരങ്ങളിലൊക്കെ മത്സരിച്ച് വിജയിച്ച ആ കലാപ്രതിഭകളുണ്ട്. ഇവരുടെ ഒരു ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ തന്നെ വലിയ ആവേശം കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അനുജ.
ശരി, വ്യക്തമാണ്. അമൽ, ഇപ്പോൾ കലോത്സവ കപ്പ് കണ്ണൂരിലെത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 പതിറ്റാണ്ടിന് ശേഷം കലോത്സവത്തിൽ കണ്ണൂർ കപ്പ് നേടുന്നു. അതിൻ്റെ ആഘോഷങ്ങളാണ്, ആരവങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമൽ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമൊന്നുമല്ല, അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ, അവിടെയുള്ള കണ്ണൂരുകാർ തന്നെ ഈ കപ്പ് വളരെ ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത്ര നേരമായിട്ട് അവർ ഈ കപ്പ് കാണാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അത് തന്നെ അവരുടെ ആ ഒരു ആവേശം കാണിക്കുന്നുണ്ട്. ഈ കപ്പിനോടുള്ള അത് കിട്ടിയതിലുള്ള സന്തോഷമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ? തീർച്ചയായും ഇത് കുട്ടികൾ മാത്രം ഈ കിരീടത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രായക്കാരും ഒരേപോലെ ഈ റോഡിന് സമീപം ആ കിരീടം എപ്പോൾ എത്തും എന്ന വലിയ ആകാംക്ഷയോട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ചേട്ടാ, ഇപ്പോൾ നിലവിൽ സ്വർണ്ണ കിരീടം കണ്ണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലൂടെയും എത്തി ഏറ്റവും അവസാനത്തെ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ 23 വർഷങ്ങൾക്ക് ശേഷമാണ് കിരീടം കണ്ണൂരിന് ലഭിക്കുന്നത്. ഏറ്റവും അവസാനം 2000-ലായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കിരീടം ലഭിക്കുമ്പോഴും ഒരു ഏകപക്ഷീയമായ മത്സരങ്ങളൊന്നുമല്ല, ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. നമ്മുടെ കുട്ടികൾ അധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു, കിരീടം നേടി. കണ്ണൂരിൻ്റെ അഭിമാനം. തീർച്ചയായും അനുജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരിൻ്റെ അഭിമാന താരങ്ങൾ, അവർ ആത്മാർത്ഥമായുള്ള അവരുടെ പ്രകടനം, അവരുടെ ഒരു ആത്മവിശ്വാസം, അവരുടെ കഴിവ്, അതൊക്കെ ഇത്തവണത്തെ കൊല്ലം ജില്ലയിൽ വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ അവർ പുറത്തെടുത്തു. അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഫലം തന്നെയാണ് കണ്ണൂരിനെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂരിന് ആ കലാകിരീടം ഇവിടേക്ക് കണ്ണൂർ ജില്ലയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായ വർഷങ്ങളിൽ കോഴിക്കോടും പാലക്കാടും ഒക്കെ കൈയടക്കി വെച്ചിരുന്ന ആ കിരീടമാണ് ഏകദേശം 2 പതിറ്റാണ്ടിനു ശേഷം കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് എത്തിക്കുന്ന ഒരു ടീം എഫേർട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നൊരു ഇംഗ്ലീഷ് സ്കിറ്റിൽ A ഗ്രേഡ് ലഭിച്ചതോടുകൂടിയായിരുന്നു ആ ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ ആരാണ് ഇത്തരത്തിൽ ഈ ഒരു കിരീടം ഇത്തവണ കൊണ്ടുപോവുക, അത് കോഴിക്കോടാണോ കണ്ണൂരാണോ പാലക്കാടാണോ എന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു കിരീടം ഞങ്ങൾക്ക് തന്നെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കണ്ണൂരിന് ആ ഒരു A ഗ്രേഡ് വഴി കിട്ടിയ പോയിന്റ് കണ്ണൂർ ആ കിരീടം ഉറപ്പിച്ചു നിർത്തുന്നു. 23 വർഷത്തിനു ശേഷം തങ്ങൾ ആ കിരീടം, 4ാമത്തെ കിരീടം കണ്ണൂർ സ്വന്തമാക്കുന്നു. അതിൻ്റെ ഭാഗമായി നിലവിൽ ഓരോ കേന്ദ്രങ്ങളിലേക്കുടെയും ആ കിരീടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇന്നത്തെ മറ്റൊരു പ്രധാന കാര്യം എടുത്തു പറയേണ്ടത്, വലിയ മഴയായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രതികൂല കാലാവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ കാലാവസ്ഥയെ കൂടി, ഇത്തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയെ കൂടി മറികടന്നുകൊണ്ട് ഓരോ കേന്ദ്രങ്ങളിലൂടെയും ആ സ്വർണ്ണ കിരീടവും ആ കലാപ്രതിഭകളും ഒക്കെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ജനങ്ങൾ റോഡിൻ്റെ ഇരുഭാഗങ്ങളുമായി തടിച്ചുകൂടി നിൽക്കുന്നു. ഇതിപ്പോൾ ഓരോ സ്വീകരണ കേന്ദ്രത്തിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കടന്നു വരുന്ന ഓരോ വഴികളിലും ഇത്തരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ആ സ്വർണ്ണ കിരീടം കാണുവാനും ആ കലാപ്രതിഭകളെ കാണുവാനുമായി ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി സാധിക്കുന്നു. വിവിധ സംഘടനകൾ അവരുടെ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഈ കലാപ്രതിഭകളെയും സ്വർണ്ണ കിരീടത്തെയും സ്വാഗതം ചെയ്യുന്നത്. കലാപ്രതിഭകൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബാൻഡ് മേളത്തിൻ്റെ ഒക്കെ അകമ്പടിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണ കിരീടത്തെ ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. വലിയൊരു ജനത്തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ സ്വർണ്ണ കിരീടം കണ്ണൂർ ജില്ലയിലെ കാൾടെക്സിലെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ഓരോ നിമിഷവും തടിച്ചുകൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ജനങ്ങളുടെ ആ കൂട്ടം, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ആ ഒഴുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ തിരക്ക് തന്നെ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട് ആ സ്വർണ്ണ കിരീടത്തെ സ്വീകരിക്കാൻ വേണ്ടി. അത് നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ പ്രായക്കാരാണ് ഈ സ്വർണ്ണ കിരീടം ഏറ്റുവാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ സ്വർണ്ണ കിരീടം ഒന്ന് കാണുവാൻ